Okay. So, these are the ketone bodies. There are primary ketone bodies and the secondary ketone bodies. So, ketone bodies, the significance of ketone bodies is that they are acting as a source of energy. How? By converting the fatty acids into acetyl-CoA through beta oxidation, and the acetyl-CoA in the liver, they will be converted into ketone bodies. It can be acetoacetate. This is the acetoacetate, the beta hydroxybutyric acid and acetone, right? So any of these molecules can be formed, but the first ketone body to be synthesized directly from acetyl-CoA is the acetoacetic acid or acetoacetate, right? So these molecules are synthesized in the mitochondria of the hepatocytes, and they are released into circulation, and they move through the blood because they are aqueous in nature. They are hydrophilic in nature. Acetoacetic acid ആണ്, അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി അസിറ്റിക് ആസിഡ് ആണ്. അസിറ്റോൺ ആണ് പിന്നെയും കുറച്ചും കൂടി ഇമ്മിസിബിൾ ആയിട്ട് കിടക്കുക. അതേസമയം ബാക്കി രണ്ടുപേരും ഈസിലി സോളിബിൾ ഇൻ ബ്ലഡ് ആണ്, and they are taken into the blood from the liver, and from the blood it is distributed to various tissues during starvation and chronic diabetes. For example, ഇപ്പോൾ ബ്രെയിൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ സ്റ്റാർവേഷനിലേക്ക് പതുക്കെ ബോഡി എൻട്രി ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും the ketone body metabolism will be increased. The level of ketone body synthesis will be elevated. KBs, ketone bodies, normally നമ്മൾ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ലെസ് ദാൻ 1 milligram per DL മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ സ്റ്റാർവേഷന്റെ സമയത്ത് അല്ലെങ്കിൽ ക്രോണിക് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന്റെ അകത്ത് അവര് ബ്ലഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ketone body value വളരെ കൂടുതലായിരിക്കും, because increased synthesis of ketone bodies happens in the liver. അതുകൊണ്ട് തന്നെ ബ്ലഡിലുള്ള ketone bodiesന്റെ ക്വാണ്ടിറ്റി കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1 milligram per DL. ഓഫ് കോഴ്സ് അത് ഹാർംഫുൾ ആയിട്ടുള്ള കണ്ടീഷനുമാണ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ബ്ലഡിലേക്ക് എൻട്രി ചെയ്യും. ബ്ലഡ് എന്ന് അത് മെയിൻ ടിഷ്യൂസിലേക്ക്, എസ്പെഷ്യലി ആദ്യം പോണത് എവിടേക്കായിരിക്കും? ബ്രെയിനിലേക്കായിരിക്കും, കാരണം ബ്രെയിൻ ഫംഗ്ഷനിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഇമ്മീഡിയറ്റ്ലി ദ റീച്ചസ് ദ ബ്രെയിൻ. അവിടെ അസിറ്റോസ്റ്റേറ്റ് ആവാം, ബീറ്റാ ഹൈഡ്രോക്സിബ്യൂട്രേറ്റ് ആവാം, അല്ലെങ്കിൽ അസിറ്റോൺ ആവാം. ഇവര് ketone bodies അവിടെ എത്തിക്കഴിഞ്ഞാൽ they will be converted back into acetyl-CoA. അവർ തിരിച്ച് acetyl-CoA ആയിട്ട് തന്നെ മാറി. ആ acetyl-CoA then enters into TCA cycle. Clear? So this is how the energy is synthesized from ketone bodies. അപ്പൊ ketone bodies, അതായത് ഇവര് രൂപം മാറി വരികയാണ്, റൈറ്റ്? acetyl-CoA ആയിട്ട് മാറി. ഫാറ്റി ആസിഡ്സിന് ഡയറക്ട്ലി ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഒന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവര് they are converted to ketone bodies. കാരണം ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ വളരെ കുറച്ച് മോളിക്യൂൾസിനെ പറ്റുള്ളൂ. നമ്മുടെ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ ഇംപെർമിയബിൾ ആണെന്ന് പറയുന്ന പോലെ തന്നെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ബ്രെയിനിൽ. നിങ്ങൾ അനാട്ടമിയിൽ പഠിച്ചിട്ടുണ്ടാവും. അത് എല്ലാവർക്കും ഒന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുന്ന മോളിക്യൂൾസ് ആണ് ketone bodies, റൈറ്റ്? അപ്പൊ അങ്ങനെ ketone bodiesനെ വേഗം BBB ക്രോസ് ചെയ്തിട്ട് അവർ അകത്ത് എത്തിയിട്ട് അവിടെ വെച്ചിട്ട് അവിടുത്തെ ബ്രെയിൻ സെൽസിന്റെ മൈറ്റോകോൺട്രിയയുടെ അകത്ത് എന്ത് സംഭവിക്കും? They will be converted back into acetyl-CoA, and then they enters into the TCA cycle, and the energy will be produced. So that is how the energy is produced under starvation or in chronic diabetes. Clear? Okay, so we shall enter into the pathway. So how is ketone body utilized? The liver, അതായത് സ്റ്റാർവേഷനിലേക്ക് പോണ സമയത്ത് അതല്ലെങ്കിൽ തന്നെ ഹാർട്ടും കിഡ്നീസും കിഡ്നിയും എന്ത് ചെയ്യും? നോർമൽ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും, റൈറ്റ്? അതുകൊണ്ടാണ് ബേസൽ ലെവലിലെങ്കിലും 1 milligram per deciliter അവിടെ സിന്തസൈസ് ചെയ്യുന്നത്. സോ ഹാർട്ട് മസിൽസിലേക്ക് ketone bodiesനെ സപ്ലൈ ചെയ്യും. അവിടെ വെച്ചിട്ട് ketone bodies will be converted back into acetyl-CoA, and then enters into TCA cycle, and energy will be produced. Clear? So that is how the heart and kidneys functions normally. Otherwise, starvation സമയത്താണെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ ലിവറില് ഈ മസിൽസിന് എന്തുണ്ടാവും? സ്റ്റാർവേഷൻ ആണ്. അപ്പം മസിലിലുള്ള സ്റ്റോർഡ് ഫാറ്റിനെ, ഡീപോർട്ട് ഫാറ്റിനെ ഫുൾ എന്ത് ചെയ്യും? ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അവിടുന്ന് റീച്ചസ് ദ ലിവർ. ലിവറിലുള്ള സെൽസ്, അതായത് ഹെപ്പറ്റോസൈറ്റ്സിന്റെ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് ketone body synthesis അവിടെ നടക്കും. These ketone bodies are again released back into circulation, and they reaches the extrahepatic tissues. ടാർഗറ്റ് ടിഷ്യൂസിലേക്ക് എത്തും, എക്സെപ്റ്റ് RBCs ഒഴിച്ച് ബാക്കി എല്ലാ ടിഷ്യൂസിലേക്കും ലിവർ സപ്ലൈ ചെയ്യും. ലിവർ ഒരിക്കലും ketone bodiesനെ യൂട്ടിലൈസ് ചെയ്യില്ല. എനർജിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാത്ത രണ്ട് ടിഷ്യൂസ് ആണ്, ഒന്ന് ലിവർ, ഒന്ന് RBCs. ലിവർ തന്നെയാണ് സിന്തസൈസ് ചെയ്യണം. അപ്പൊ വേണമെങ്കിൽ ലിവറിന് തിരിച്ചു തന്നെ വാങ്ങിക്കാം, പക്ഷെ ലിവർ ഒരിക്കലും അത് ചെയ്യില്ല. ലിവർ ഉണ്ടാവുന്ന എല്ലാ ketone bodiesനും it will be released into circulation, and the extrahepatic tissues are being supplied with enough amounts of ketone bodies under starvation or in chronic diabetes. അപ്പൊ അതിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടിഷ്യൂ എന്താണ്? ബ്രെയിൻ തന്നെയാണ്. അപ്പൊ ബ്രെയിനിലേക്ക് കൊടുക്കും. ബ്രെയിനിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ ketone bodies will be converted back into acetyl-CoA. അതിനെയാണ് we called as ketolysis. ക്ലിയർ? ആദ്യം ketone body synthesis നടക്കണം.
അത് ലിവറിൽ വെച്ച് നടക്കും. എക്സ്ട്രാ ഹെപ്പാറ്റിക് ടിഷ്യൂസിൽ എന്ത് നടക്കും? ഈ ഉണ്ടായ കീറ്റോൺ ബോഡീസ് വിൽ ബി കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു അസറ്റൈൽ കോയെ and they enters into the GCA cycle and ATP will be produced. So that is how ATP is generated during starvation. Clear? And which are the ketone bodies? The primary ketone body is the acetoacetate. Kanda. This is the structure of acetoacetate. Because acetyl CoA എന്ന് പറഞ്ഞാൽ എന്താ? CH3CO SCOA. Clear? അപ്പൊ ഇവിടെ എന്താണ്? CH3CO CH2COOH. ഇതാണ് acetoacetate. അപ്പൊ acetoacetate എങ്ങനെ ഉണ്ടാവുക? രണ്ട് മോളിക്യൂൾസ് ഓഫ് അസറ്റൈൽ കോയെ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് acetoacetate. ക്ലിയർ? അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ acetoacetate. രണ്ട് അസറ്റൈൽ കോയെ കണ്ടൻസ് ജോയിൻ ചെയ്യും വിത്ത് ദ റിലീസ് ഓഫ് വൺ മോളിക്യൂൾ ഓഫ് വാട്ടർ. ഒരു വാട്ടറിനെ കളഞ്ഞിട്ട് ഇവിടെ acetoacetate ഫോം ചെയ്യും. So this is a primary ketone body, and from the acetoacetate beta hydroxy butyric acid or 2-hydroxy beta, എന്തുകൊണ്ട് ബീറ്റ നൽകിയതെന്ന് വെച്ചാൽ ഇത് ആൽഫ, ഇത് ബീറ്റ. Beta hydroxy butyric acid or 2-hydroxy butyric acid and acetone. These two are the secondary ketone bodies because from the acetoacetate beta hydroxy butyric acid and acetone are synthesized. ഇതിനാണ് ഇവർ രണ്ടുപേരും സിന്തസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ സെക്കൻഡറി മോളിക്യൂൾസും ഇത് പ്രൈമറി ketone body. Okay. So the ketone bodies are acetoacetic acid and 2-hydroxy butyric acid അല്ല കേട്ടോ, അത് 3 ആണ്. ഇത് ഇവർ തെറ്റ് ചെയ്തിരിക്കുന്നതാണ്. 3 ആണ്. ഞാനും വിചാരിച്ചു എന്താ അത് 2 വന്നിരിക്കുന്നത്. Okay. Beta hydroxy butyric acid or 3-hydroxy butyric acid and acetone CH3CO CH3. Okay. Now what are the properties of ketone bodies? ഞാൻ പറഞ്ഞു നേരത്തെ they are water soluble in nature and hence they can be easily accessed by the tissues even at a relatively low rate. Then plasma level is, of course, usually in a normal condition, normal person life will be less than 1 milligram per deciliter. And during starvation and chronic diabetes, this value can go up. Kudalava. അതുപോലെ once utilize ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ketone bodies ഒക്കെ യൂറിനിൽ കൂടെയാണ് എലിമിനേറ്റ് ചെയ്യുക. It can be നമ്മൾ അതായത് 24 hour യൂറിൻ കളക്ട് ചെയ്ത് നോക്കിയാൽ തന്നെ it will be less than 3 milligram. 24 hour യൂറിൻ ഒരു ദിവസത്തെ അതായത് ഇന്ന് 8 മണി തൊട്ട് നാളെ 8 മണി വരെയുള്ള യൂറിൻ ഓരോ പ്രാവശ്യം കളയുമ്പോഴും അത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് അതിൽ എത്ര കീറ്റോൺ ബോഡീസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി അണ്ടർ നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 3 milligram. Then acetone is synthesized only in smaller amounts. സെക്കൻഡറി കീറ്റോൺ ബോഡീസിൽ ഏറ്റവും കുറവായിട്ടുള്ള ഏറ്റവും ലീസ്റ്റ് കോൺസെൻട്രേഷനിൽ കാണുന്ന കീറ്റോൺ ബോഡി ഇറ്റ് വിൽ ബി ദി acetone. acetone ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇത്തിരി കമ്പാരിറ്റീവ്ലി അതൊരു നോൺ ഇൻസോളിബിൾ ആണ് when compared to that of beta hydroxy butyric acid and acetoacetic acid. It is a non-metabolized end product. It's a volatile substance. കണ്ടിട്ടില്ലേ നിങ്ങൾ എപ്പോഴും നമ്മുടെ എന്താ പേര് നെയിൽ പോളിഷ് റിമൂവർ എപ്പോഴും യൂസ് ചെയ്തതിനെ വേഗം അടച്ചു വെക്കില്ലേ? കാരണം എന്താ, അല്ലെങ്കിൽ acetone will be getting vaporized out. റൈറ്റ്? അതേപോലെ തന്നെ അസറ്റോണും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ കീറ്റോൺ ബോഡീസ് ഒരുപാട് എക്സ്ക്രീറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ആണെങ്കിൽ ഒരു ഫ്രൂട്ടി ഓർഡർ ഉണ്ടാവും. അവര് ബ്രീത്ത് ചെയ്യുമ്പോൾ അവരുടെ വായന്ന് വേറെ തന്നെ ഒരു സ്മെല്ല് വരും. ആ സ്മെല്ലിൽ നിന്ന് നമുക്ക് ഒരു ഫ്രൂട്ടി ഓർഡർ ആണ്, ഫ്രൂട്ടിന്റെ ഓർഡർ ആണ്, സ്മെല്ലാണ് ഉണ്ടാവുക. ആ സ്മെല്ല് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹി ഈസ് ഹാവിങ് കീറ്റോസിസ്. കീറ്റോൺ ബോഡീസ് അധികമായിട്ട് ഉണ്ടാക്കുന്ന കണ്ടീഷൻ, സ്റ്റാർവേഷൻ കൂടിക്കഴിഞ്ഞാൽ കീറ്റോസിസ് എന്നുള്ള കൂടിക്കഴിഞ്ഞാൽ പോകും. ഞാൻ പറഞ്ഞു നോർമലി ലെസ് ദാൻ 1 milligram പാടുള്ളൂ. പക്ഷെ കൂടുന്ന സിന്തസിസ് കൂടിക്കഴിഞ്ഞാൽ എക്സ്ക്രീഷനും എന്തുണ്ടാവും? അപ്പൊ എക്സ്ക്രീഷൻ നടക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ എക്സസൈഡിലൊക്കെ അവർ ആദ്യം ബ്ലഡിലേക്ക് പോകും. ബ്ലഡ് നിന്ന് കിഡ്നിയിലേക്ക് സർക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് എക്സസൈഡിലെ എക്സ്ക്രീഷൻ വരുന്നത്. അപ്പൊ ഈ ബ്ലഡിൽ നിന്ന് തന്നെ നമുക്ക് ആ സ്മെല്ല്, അതായത് അവര് ബ്രീത്ത് ചെയ്യുമ്പോൾ യു ക്യാൻ ഹാവ് എ സ്മെൽ. റൈറ്റ്? ആ സ്മെൽ ഇസ് മെയിൻലി ഡ്യൂ ടു acetone. കാരണം acetone ഇസ് എ വൊളാറ്റൈൽ സബ്സ്റ്റൻസ്. അവര് വൊളറ്റൈൽ ആണ്. Then ഇതാണ് കൂടുതൽ കോൺസെൻട്രേഷനിൽ കാണുന്നത് acetoacetate and beta hydroxy butyric, and they are acid. So ketone bodies are metabolic products that are produced in the excess condition during excess breakdown of fatty acid. Increased breakdown of fatty acids വരുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷൻ, ഉണ്ടാവുന്ന സബ്സ്റ്റൻസ് ആണ് എന്ത്? ketone bodies. അത് എപ്പോഴാണ് ഉണ്ടാവുക? excess breakdown during starvation and chronic diabetes. That is whenever the body is deficient of glucose. കാർബോഹൈഡ്രേറ്റ്സ് ഡെഫിഷ്യന്റ് ആവുമ്പോൾ ഫാറ്റി ആസിഡ്സ് ആ പൊസിഷനിലേക്ക് കയറി വരികയാണ്. ബോഡിയുടെ എനർജി ഡിമാൻഡ് അവിടെ മീറ്റ് ചെയ്യും. സോ ഓൾ ദീസ് 3 molecules are collectively known as ketone bodies or acetone bodies. Only the first 2 are true ketone bodies. അതായത് acetoacetate and acetone. മറ്റേ ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ്, അപ്പൊ അതിനൊരു കീറ്റോ ഗ്രൂപ്പ് ഇല്ല. ശ്രദ്ധിച്ചോ? ബാക്കി 2 പേർക്കും എന്തുണ്ട്? കീറ്റോ. നമ്മളെപ്പോഴാ
കീറ്റോൺ ബോഡീസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ദേ ആർ ഹാവിംഗ് കീറ്റോ ഗ്രൂപ്പ്സ്. പക്ഷെ ഇവർക്ക് എന്തില്ല, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറിക് ആസിഡ്, ഇത് COOH ആണ്, ഇത് കീറ്റോ ഗ്രൂപ്പ് അല്ല, COOH, ഇത് കാർബോക്സിൽ ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രൂ കീറ്റോൺ ബോഡി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ട്രൂ കീറ്റോൺ ബോഡി ആവണമെങ്കിൽ എന്താവണമായിരുന്നു, ഇവിടെ OH പകരം ഡബിൾ ബോണ്ട് O ആവണമായിരുന്നു. ഇത് ഡബിൾ ബോണ്ട് ആയി കഴിഞ്ഞാൽ എന്താ അർത്ഥം, അസിറ്റോസ്റ്റേറ്റ് ആണ്. ക്ലിയർ? സോ ഇറ്റ്സ് നോട്ട് എ ട്രൂ കീറ്റോൺ ബോഡി. They are water soluble and energy yielding, and in the blood is usually less than 3 അല്ല, less than 1 milligram per deciliter. Now what's the significance of ketone bodies? They are the alternative source of glucose for energy purposes, and they are produced under conditions of cellular energy deprivation. So it's mainly seen in diabetes and also in the starvation. Then utilization of ketone bodies by the brain. Brain normally utilizes glucose ആണ്, സാധാരണ ഗ്ലൂക്കോസ് ആണ് വേണ്ടത്. പക്ഷെ ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് ഒരു പരിധി വരെ ഗ്ലൂക്കോസിന്റെ ഫംഗ്ഷൻ ആര് ചെയ്യും, കീറ്റോൺ ബോഡീസ് ചെയ്യും. കാരണം കീറ്റോൺ ബോഡീസ് ബ്രെയിനിലേക്ക് ചെല്ലും, അവിടെ ചെന്ന് കീറ്റോൺ ബോഡീസ് വിൽ ബി കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു അസിറ്റൈൽ കോയെ. ഈ അസിറ്റൈൽ കോയെ എന്ത് ചെയ്യും, TC സൈക്കിളിലേക്ക് എൻട്രി ചെയ്തിട്ട് ATP പ്രൊഡക്ഷൻ നടത്തും. അപ്പൊ ഗ്ലൈക്കോലൈസിസ് അസിറ്റൈൽ കോയെ വരണ ഒരു 8 ATP ഉണ്ടല്ലോ, 8 ATPs ഉണ്ടാവാറ്. ആ 8 ATP കിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള TC സൈക്കിളിൽ നിന്നുള്ള ATPs സെയിം ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഗ്ലൂക്കോസിന്റെ എല്ലാ അഡ്വാൻറ്റേജസും KBസിന് ഉണ്ടാവില്ല, കീറ്റോൺ ബോഡീസിന് ഉണ്ടാവില്ല. കാരണം ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഗ്ലൈക്കോലൈസിസ് ആണ് എങ്ങനെയൊക്കെ എൻ്റർ ചെയ്യുന്നത്, TC സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഗ്ലൈക്കോലൈസിസ് കിട്ടുന്ന നമ്പർ ഓഫ് ATPsന്റെ കുറവ് എപ്പോഴും എന്തുണ്ടാവും, കീറ്റോൺ ബോഡീസിന്റെ കാര്യത്തിലും ഉണ്ടാവും. കാരണം കീറ്റോൺ ബോഡീസ് ദേ ആർ നോട്ട് എൻട്രിങ് ടു ഗ്ലൈക്കോലൈസിസ്. അവര് TC സൈക്കിളിന് വഴിയെ ജോയിൻ ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു 8 ATPയുടെ കുറവ് എപ്പോഴും ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് കാണിക്കും. എന്നാലും TC സൈക്കിളിൽ നിന്ന് എപ്പോഴും TC സൈക്കിളിലാണ് കൂടുതൽ നമ്പർ ഓഫ് ATPs കിട്ടുന്നത്. അപ്പൊ TC സൈക്കിളിൽ നിന്നുള്ള ATP പ്രൊഡക്ഷൻ എപ്പോഴും എവിടേക്ക് ഉണ്ടാവും, കീറ്റോൺ ബോഡീസ് ത്രൂ ഉണ്ടാവും. പക്ഷെ എപ്പോഴും ആ ഒരു 8 ATPയുടെ കുറവ് എപ്പോഴും കീറ്റോൺ ബോഡീസ് ഉണ്ടാവും. കാരണം കീറ്റോൺ ബോഡീസ് ആർ നോട്ട് എൻട്രിങ് ഇൻ ടു ഗ്ലൈക്കോലൈസിസ്. അതേസമയം ഗ്ലൂക്കോസ് ആണ് എനർജി ഡോണർ എന്നുണ്ടെങ്കിൽ, എനർജി സോഴ്സ് ഉണ്ടെങ്കിൽ, ഗ്ലൈക്കോലൈസിസ് നിന്ന് കിട്ടുന്ന 8 ATPയും ഉണ്ട്, ഇപ്പുറത്തുനിന്ന് കിട്ടുന്ന അതായത് 24 ATPs, TC സൈക്കിളിൽ നിന്ന് കിട്ടുന്ന 24 ATPസും ഉണ്ടാവും. അപ്പൊ 24 + 8 32 നമ്പർ ഓഫ് ATPs TC സൈക്കിളിന് കിട്ടും. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ കംപ്ലീറ്റ് ഓക്സിഡൈസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 32 നമ്പർ ഓഫ് ATPs കിട്ടും. പക്ഷേ ഇഫ് ഗ്ലൂക്കോസ് is deprived, ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ ഇറ്റ് is taken up by ketone bodies, and the ketone bodies also synthesizes ATP by getting itself converted into acetyl CoA, and this acetyl CoA then enters into TC cycle and produces 24 ATPs. പക്ഷെ ആദ്യത്തെ 8 ATP എന്തുണ്ടാവില്ല, കിട്ടില്ല. അപ്പൊ 24 ATP 32 കിട്ടുന്ന സ്ഥാനത്ത് 24 ATP കിട്ടുള്ളൂ. പക്ഷെ ഒന്നുമില്ലാത്തതിനെക്കാട്ടിലും ബെറ്റർ ആണ്. ക്ലിയർ? റൈറ്റ്. Now ketogenesis. So synthesis of ketone bodies in the liver is known as the process of synthesis of ketone bodies from acetyl CoA, which is obtained from the beta oxidation of fatty acids, is known as ketogenesis. So what do you mean by ketogenesis? It's the synthesis of ketone bodies, and they are synthesized only in liver. That is the significance of ketone body synthesis. It's the only site in the body where the ketone bodies are synthesized is in the mitochondria of the hepatocytes. Yeah, it's in the mitochondria. Then reactions. There are 5 steps in the synthesis of ketone bodies, right? Formation of acetoacetyl CoA, formation of beta hydroxy, HMG CoA. The second step is the formation of HMG CoA. In the third step, the first ketone body will be synthesized, acetoacetate. In the fourth step, beta hydroxy butyrate in the form. Fifth step, acetone ഉണ്ടാവും. Actually, acetoacetate ഒരു എന്താ പറയാ ഡീഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് ഉണ്ടാവും. ഇതേ അസറ്റോഅസറ്റേറ്റിന് ഡീകാർബോക്സിലേഷൻ നടന്നാൽ നമുക്ക് എന്ത് കിട്ടും, അസറ്റോൺ കിട്ടും. ക്ലിയർ? അപ്പൊ ഇത് രണ്ട് സെപ്പറേറ്റ് റിയാക്ഷൻസ് ആണ്. ക്ലിയർ? രണ്ട് ഡിഫറെന്റ് സ്റ്റെപ്സ് എന്ന് പറയാൻ പറ്റില്ല. ഒരേ സബ്സ്റ്റൻസിന് തന്നെ ഡീകാർബോക്സിലേഷൻ നടന്നു കഴിഞ്ഞാൽ അസറ്റോൺ കിട്ടും. അതേ അസറ്റോഅസറ്റേറ്റിന് തന്നെ ഡീഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞാൽ ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് കിട്ടും. ക്ലിയർ? ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what do you mean by dehydration? റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് അല്ലെ? പക്ഷെ അസറ്റോഅസറ്റേറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സ്ട്രക്ചറിൽ അസറ്റോഅസറ്റേറ്റില് ഡീഹൈഡ്രേഷൻ നടന്നാലല്ല എന്തുണ്ടാവുക, ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ് കിട്ടുക, ഹൈഡ്രജൻ ആഡ് ചെയ്താലാണ്. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റീവേഴ്സിബിൾ റിയാക്ഷൻ. കൺവേർഷൻ ഓഫ് അസറ്റോഅസറ്റേറ്റ് ടു ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റ് ഇറ്റ്സ് എ റീവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പൊ അസറ്റോഅസറ്റേറ്റ് ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ് ആകുമ്പോൾ 2 H ആഡ് ചെയ്യാം. ക്ലിയർ?
തിരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുമ്പോൾ രണ്ട് ഹൈഡ്രജൻ പോകും.